ടു യുനോയ ഇംഗ്ലീഷ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലിസണിങ്ങിലെ MCQ എങ്ങനെയാ ഹാൻഡിൽ ചെയ്യാന്നുള്ളതാണ്. കൂടുതലും കുട്ടികൾക്ക് സംശയമുള്ള ഒരു മൊഡ്യൂളാണ് MCQ ഹാൻഡിൽ ചെയ്യാന്നുള്ളത്, അല്ലെങ്കിൽ ഒരു സെക്ഷനാണ് MCQ. എങ്ങനെ ഇത് ക്ലിയർ ആയിട്ട് ഉത്തരങ്ങൾ മനസ്സിലാക്കും എന്നുള്ളത്. ഇത് 3 ഓപ്ഷൻസും അവർ പറയുമെന്നുള്ളതാണ് കുട്ടികൾക്ക് കൂടുതലുള്ള കൺഫ്യൂഷൻ. സോ നമുക്കിത് എങ്ങനെയാണ് ക്ലിയർ ആയിട്ട് ചെയ്യാന്ന് നമുക്ക് ഈ ലെസണിലോ നോക്കാം. എന്താണ് MCQ, എന്താണ് MCQവിന്റെ പാറ്റേൺ, അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് മനസ്സിലാക്കുക, ഇത് MCQ ആണെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. MCQ എന്ന് പറഞ്ഞാൽ 2 രീതിയിലാണ് വരാറുള്ളത്. ഒന്ന്, ഒരു ക്വസ്റ്റിനും 3 ഓപ്ഷനുകളും. 2, ഒരു ക്വസ്റ്റിനും 5 ഓപ്ഷനുകളും. ഇങ്ങനെയാണ് നമുക്ക് MCQ എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ലിസണിങ് IELTS ലിസണിങ്ങിൽ കണ്ടുവരുന്നത്. ഇതില് ഒരു ക്വസ്റ്റിനും 3 ഓപ്ഷൻ ഉള്ളതിൽ നിന്നും നമുക്ക് ഒരെണ്ണം ചൂസ് ചെയ്താൽ മതി. കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ എളുപ്പമായിരിക്കും ഇത്. ഒരു ക്വസ്റ്റിനും 5 ഓപ്ഷൻ ഉള്ളതിൽ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ക്വസ്റ്റ്യൻ നമ്പേഴ്സ് അതിനുണ്ടാവും. സോ 2 ക്വസ്റ്റ്യൻ നമ്പേഴ്സിനും കൂടെ ഒരു ചോദ്യമായിരിക്കും ഉള്ളത്. നിലവിലുള്ള 5 ഓപ്ഷനുകളിൽ നിന്ന് 2 ഓപ്ഷൻ നമ്മൾ ചൂസ് ചെയ്തിട്ട് ഒരെണ്ണം ഒരു ക്വസ്റ്റ്യൻ നമ്പറിനും മറ്റേത് അടുത്ത ക്വസ്റ്റ്യൻ നമ്പറിനും ആണ് ഉത്തരമായിട്ട് എഴുതേണ്ടത്. ഇങ്ങനെയാണ് 2 ക്വസ്റ്റ്യൻസും നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ട ഒരു രീതി. 3 ഓപ്ഷനുള്ള MCQ ABC എന്ന അതേ ഓർഡറിൽ തന്നെയായിരിക്കും കൂടുതലും ടെസ്റ്റുകളിൽ അവർ പറയാം. എന്നാൽ 5 ഓപ്ഷനുള്ള MCQ പല സ്ഥലങ്ങളിൽ നിന്നായിരിക്കും അവരത് ഡിസ്കസ് ചെയ്യുക. ചിലപ്പോൾ ആദ്യം പറയാൻ പോകുന്നത് സിയിൽ എഴുതിയിരിക്കുന്ന കാര്യത്തെ പറ്റിയായിരിക്കും, ചിലപ്പോൾ പിന്നെ പറയാൻ പോകുന്നത് A ആയിരിക്കും, പിന്നെ D, പിന്നെ B, ലാസ്റ്റ് ആയിരിക്കും ചിലപ്പോൾ E പറയാം. ഇങ്ങനെ ഡിസോർഡർ ആയിരിക്കും 2 ഓപ്ഷൻസ് ചൂസ് ചെയ്യേണ്ട MCQ എന്ന് പറയുന്ന ക്വസ്റ്റിന്റെ പാറ്റേൺ. നേരെ മറിച്ച് ഒരു ക്വസ്റ്റിനും 3 ഓപ്ഷൻ ഉള്ളതിൽ കൂടുതലും ടെസ്റ്റുകളിൽ ഓർഡർ ആയിട്ടായിരിക്കും നമുക്കത് കിട്ടുക. ഇത് കൃത്യമായിട്ട് ചെയ്യാനുള്ള ഒരു എളുപ്പ വഴി എന്ന് പറയുന്ന ഒരു സംഭവം IELTS ഇല്ല, അൺഫോർച്ചുനേറ്റ്ലി. പക്ഷെ ബൈ തറവ് പ്രാക്ടീസ് നമുക്കത് ശരിയാക്കി എടുക്കാൻ പറ്റും. എല്ലാത്തിന്റെയും ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം നിങ്ങൾ സ്കില്ല് പഠിക്കുക എന്നുള്ളതാണ്. എങ്ങനെയാണ് ഈ അവർ പറയുന്ന ഇൻഫർമേഷനിൽ നിന്ന് കൃത്യമായ ഉത്തരം മനസ്സിലാക്കുക എന്നുള്ള സ്കിൽ നിങ്ങൾ പഠിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ആത്യന്തികമായ ലക്ഷ്യം. പക്ഷെ നമുക്ക് ചെറിയ കുറുക്കുവഴികളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ശരി ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും. ഇത് ഒരിക്കലും ഒരു ടെക്നിക്കല്ല, നിങ്ങൾ കേട്ട് നോക്കാതെയോ വായിച്ചു നോക്കാതെയോ ഉത്തരം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ടെക്നിക്കല്ല. പ്രാക്ടീസ് തന്നെയാണ് എപ്പോഴും നമുക്ക് വേണ്ടത്. കൃത്യമായ സ്കിൽ നമ്മൾ പഠിച്ചാലും അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് കൃത്യമായിട്ടുള്ള ഉത്തരത്തിലേക്ക് എത്താനായിട്ട് സാധിക്കുള്ളൂ. 3 ഓപ്ഷൻസ് ഉള്ള MCQയിൽ ഓപ്ഷൻ A, ഓപ്ഷൻ B ആൻഡ് ഓപ്ഷൻ C എന്ന് പറയുന്ന 3 ഓപ്ഷനിൽ ഏത് ചൂസ് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെയാണ് ശരി ഉത്തരങ്ങൾ കണ്ടെത്തുക എന്നുള്ള കുട്ടികൾ സംശയം ഉണ്ടാവും. കൂടുതലും കുട്ടികൾ ഇത് ചെയ്യുന്നത് ഓപ്ഷൻസിലാണ് കുട്ടികൾ കൂടുതലും ശ്രദ്ധ കൊടുക്കാറ്. എന്ത് ഓപ്ഷനാണ് തന്നിരിക്കുന്നത്, അത് എന്തൊക്കെയാണ് എഴുതിയിരിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കാണ് കുട്ടികൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത്. പക്ഷേ ശരി ഉത്തരം നമുക്ക് കിട്ടണമെങ്കിൽ ഉത്തരത്തേക്കാൾ പ്രധാനപ്പെട്ടത് ചോദ്യമാണ് എന്ന് മനസ്സിലാക്കുക. ഫോർ എക്സാമ്പിൾ, ഞാനിവിടെ ഒരു ചോദ്യം കാണിക്കാം. സ്റ്റീവൻസൺസ് വാസ് ഫൗണ്ടഡ് ഇൻ. സ്റ്റീവൻസൺസ് എന്ന് പറയുന്ന കമ്പനി സ്ഥാപിതമായ വർഷം ആണ് നിങ്ങളത് ചോദിച്ചിട്ടുള്ളത്. 3 ഓപ്ഷൻസ് അവർ നൽകിയിട്ടുണ്ട്: 1923, 1924 ആൻഡ് 1926. ഇവിടെ നമുക്ക് വളരെ എളുപ്പമാണ്. ചോദ്യം വളരെ ചെറുതാണ്, ഉത്തരങ്ങളും വളരെ ചെറുതാണ്. നമ്മൾ ഉത്തരത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യരുത്, ചോദ്യത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. സ്റ്റീവൻസൺസ് എന്ന് പറയുന്ന കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷമാണ് നമുക്ക് ആവശ്യം. ഇവിടെ സ്പീക്കർ ഉത്തരം പറയുന്ന രീതി പലതായിരിക്കും. ചിലപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ABC എന്നുള്ള 3 ഓപ്ഷൻസ് ഡിസ്കസ് ചെയ്യും. ചിലപ്പോൾ ACB എന്നുള്ള ഓർഡറിലായിരിക്കും മെൻഷൻ ചെയ്യുക. ചിലപ്പോൾ AB മാത്രം പറഞ്ഞിട്ട് C പറയില്ല. ഇത് സ്പീക്കറുടെ ഒരു ടെക്നിക്കാണ്. ഫോർ എക്സാമ്പിൾ പറയാം: ഇൻ 1923 we have received permission from the government to establish our company, and in 1924 we have completed all the works to start our company, and we switched it on after 2 years എന്ന് അവർ പറയും. നമുക്കിവിടെ എന്താ മനസ്സിലാക്കുക? ഒന്നാമത്തെ സെക്ഷൻ, ഇൻ 1923 we have received a permission from the government to establish our company. സോ എസ്റ്റാബ്ലിഷ് ചെയ്യുക, ഫൗണ്ട് ചെയ്യുക, ഇതെല്ലാം ഒരേ വാക്കുകളാണ്. നമുക്ക് തെറ്റിദ്ധരിപ്പിക്കപ്പെടാം. പക്ഷെ നമുക്ക് നേരത്തെ അവർ പറഞ്ഞിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഫൗണ്ട് ചെയ്ത വർഷം കണ്ടുപിടിക്കാനാണ്. ഇവിടെ എസ്റ്റാബ്ലിഷ് എന്ന് പറയുന്ന ഒരു വാക്ക് കണ്ടെന്ന് കരുതി നമ്മൾ നേരെ 1923 ചൂസ് ചെയ്യാൻ പാടില്ല. അവർ പറഞ്ഞിരിക്കുന്നത് ഗവൺമെന്റിൽ നിന്ന് പെർമിഷൻ ലഭിച്ചു എന്നുള്ളതാണ്. സോ മെയിൻ ഇൻഫർമേഷൻ അതാണ്. സോ നമ്മൾ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി എസ്റ്റാബ്ലിഷ് എന്ന ഒരു വാക്ക് കുറച്ചുകൂടെ എംഫസൈസ് ചെയ്തിട്ട് അവർ പറയാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ ഓപ്ഷനിൽ അവർ കമ്പനിയുടെ പ്രോജക്റ്റുകൾ, കമ്പനി സ്റ്റാർട്ട് ചെയ്യാനുള്ള എല്ലാ വർക്കുകളും കംപ്ലീറ്റ് ചെയ്തു. ടു സ്റ്റാർട്ട് അവർ കമ്പനി, അതും
ഒരു ഡിസ്ട്രാക്ടർ ആണ്. ഇനി മൂന്നാമത്തെ എന്താ പറയുന്നത്, ആൻഡ് വി സ്വിച്ച്ഡ് ഇറ്റ് ഓൺ ആഫ്റ്റർ 2 years. 1924 അവരെ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്തു. 2 വർഷം കഴിഞ്ഞപ്പോൾ അവരത് സ്വിച്ച് ഓൺ ചെയ്തു, എന്ന് വെച്ചാൽ സ്റ്റാർട്ട് ചെയ്തു. സോ ഇങ്ങനെയാണ് നമ്മൾ മൾട്ടിപ്പിൾ ചോയ്സ് മനസ്സിലാക്കി എടുക്കുക. അടുത്തൊരു ചോദ്യമാണ്, ഒറിജിനലി സ്റ്റീവാൻസൺസ് മാനുഫാക്ചർഡ് ഗുഡ്സ് ഫോർ. ഈ ചോദ്യം കൂടുതലും കുട്ടികൾക്ക് തെറ്റിദ്ധരിപ്പിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. അതിന്റെ കാരണം ഒറിജിനലി എന്നുള്ള വേർഡിന്റെ അർത്ഥം പല കുട്ടികൾക്കും അറിയില്ല എന്നുള്ളതാണ്. പലരും ചിന്തിക്കുക ശരിക്കും, സത്യത്തിൽ എന്നൊക്കെയാണ് ഒറിജിനലി എന്നുള്ള വാക്കിന്റെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ ഈ ചോദ്യത്തിന് ശരിക്കും അല്ലെങ്കിൽ സത്യത്തിൽ സ്റ്റീവാൻസൺസ് എന്ന് പറയുന്ന കമ്പനി ഏത് ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ടാണ് ടൂൾസ് ഉണ്ടാക്കിയതെന്നാണ്. അങ്ങനെ നമ്മൾ മനസ്സിലാക്കിയിട്ട് ഈ ഓപ്ഷൻ കേൾക്കുമ്പോൾ 3 ഓപ്ഷൻസും ഉത്തരമായിട്ട് നിങ്ങൾക്ക് തോന്നാം. എന്നാൽ ഒറിജിനലി എന്നുള്ള വേർഡിന്റെ അർത്ഥം ആദ്യത്തേതാണ്, ഫ്രം വിച്ച് കോപ്പീസ് ആർ മെയ്ഡ്. അതാണ് ഒറിജിനൽ എന്നുള്ള വേർഡിന്റെ അർത്ഥം, ആദ്യത്തേത്, ദ ഫസ്റ്റ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ആദ്യമായി സ്റ്റീവാൻസൺസ് എന്ന് പറയുന്ന കമ്പനി ഏത് ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ടുള്ള ടൂൾസ് ആണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നാകും ചോദ്യത്തിന്റെ അർത്ഥം. ഞാൻ നേരത്തെ പറഞ്ഞത് ഓർക്കുക, ഉത്തരത്തേക്കാൾ വളരെ പ്രധാനം ചോദ്യമാണ്. ഇങ്ങനെ ചോദ്യം മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് ശരിയായ ഉത്തരം നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇങ്ങനെ ചോദ്യം കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് ടൂൾസ് ആണ്, ഏത് ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ടുള്ളതാണ് സ്റ്റീവൻസൺസ് എന്ന് പറയുന്ന കമ്പനി ആദ്യമായിട്ട് ഉണ്ടാക്കിയതെന്നുള്ളത്. വേറെ 2 ചോദ്യങ്ങൾ കാണിക്കാം, ഒന്ന് വായിച്ചു നോക്കിയോളൂ. നമുക്കിവിടെ പറയാം, കമ്പനി പ്രെമിസസിന് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് ചോദ്യം. ആ സ്പീക്കർ പല കാര്യങ്ങളെ പറ്റി സംസാരിക്കുന്നുണ്ടാകാം. സ്വിമ്മിംഗ് പൂളിനെ പറ്റി സംസാരിക്കുന്നുണ്ടാവാം, ജിമ്മിനെ പറ്റി സംസാരിക്കുന്നുണ്ടാവാം, റിസപ്ഷനെ പറ്റി സംസാരിക്കുന്നുണ്ടാവാം. സോ ഇതല്ല നമുക്ക് ആവശ്യം. കമ്പനി പ്രെമിസസ്, കമ്പനിയുടെ ബിൽഡിങ്ങിന് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ കേൾക്കേണ്ടതായിട്ടുള്ള വസ്തുത. രണ്ടാമത്തെ ചോദ്യം ഒന്ന് വായിച്ചു നോക്കൂ. വർക്ക് എക്സ്പീരിയൻസ് ഗ്രൂപ്പിന് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ആക്ടിവിറ്റി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. സോ മറ്റു പല ഗ്രൂപ്പുകൾക്ക് ഇൻക്ലൂഡ് ചെയ്ത ആക്ടിവിറ്റികളും അയാൾ ഡിസ്കസ് ചെയ്തേക്കാം. നമുക്ക് വേണ്ടത് വർക്ക് എക്സ്പീരിയൻസ് ഗ്രൂപ്പിന് എന്ത് ആക്ടിവിറ്റികളാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് മാത്രമാണ്. ഇങ്ങനെ ചോദ്യം മനസ്സിലാക്കി നിങ്ങൾ MCQ ചെയ്യുവാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് MCQവിന്റെ ഉത്തരങ്ങൾ കണ്ടെത്താനായിട്ട് സാധിക്കും. Part 2. You will hear the managing director of a company called Stephensons welcoming a group of work experience students. First, you have some time to look at questions 11 to 14. Now listen carefully and answer questions 11 to 14. Good morning everyone and welcome to Stephensons, one of the country's major manufacturers of metal goods. Thank you for choosing us for your 2 weeks of work experience. My name is Julia Simmons and since the beginning of this year I've been the managing director. Stephensons is quite an old company. Like me, the founder, Ronald Stephenson, went into the steel industry when he left school. That was in 1923. He set up this company when he finished his apprenticeship in 1926, although he actually started making plans 2 years earlier in 1924. He was a very determined young man. Stephenson's long-term plan was to manufacture components for the machine tools industry, although in fact that never came about, and for the automotive industry, that is cars and lorries. However, there was a delay of 5 years before that happened, because shortly before the company went into production, Stephenson was given the opportunity to make goods for hospitals and other players in the healthcare industry. So that's what we did for the first 5 years. Over the years, we've expanded the premises considerably. We were lucky that the site is big enough, so moving to a new location has never been necessary. However, the layout is far from ideal for modern machinery and production methods,
So we intend to carry out major refurbishment of this site over the next 5 years. I'd better give you some idea of what you'll be doing during your 2 weeks with us, so you know what to expect. Most mornings you'll have a presentation from one of the managers to learn about their department, starting this morning with research and development. And you'll all spend some time in each department, observing what's going on and talking to people, as long as you don't stop them from doing their work altogether. In the past, a teacher from your school has come in at the end of each week to find out how. So ഇന്നത്തെ വീഡിയോ ഞാൻ കൺക്ലൂഡ് ചെയ്യുവാണ്. 3 ഓപ്ഷൻസ് ഉള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്നത് ഓപ്ഷൻസിനേക്കാൾ കൂടുതൽ ചോദ്യമാണ് വ്യക്തമായി മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഇറ്റ് മീൻസ് നിങ്ങൾ ഓപ്ഷൻസ് വളരെ കെയർഫുൾ ആയി വായിച്ചില്ല എങ്കിലും നിങ്ങൾക്ക് ചോദ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ കൃത്യമായ ഉത്തരങ്ങൾ ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ലിസണിംഗ് മൊഡ്യൂളിലുള്ള മറ്റു വിഭാഗങ്ങളെ പറ്റിയും ഞാൻ ക്ലാസ് തരുന്നതാണ്. സോ അതിന് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. എന്റെ പേര് ജിയോ ജോയ് എന്നാണ്. സോ എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഓഫ് കോഴ്സ് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടേക്കുക.